പരിശുദ്ധമായ റമദാൻ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ആ പാഠം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തിനും സാധിക്കും എന്ന പാഠമാണ്. അഥവാ ആത്മീയമായി ഉയരാൻ നമ്മൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിലും അത് കൊണ്ടുവരാനും നടപ്പിലാക്കാനും നമുക്ക് കഴിയും എന്ന വലിയ പാഠം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നാളെ മുതൽ തഹജ്ജുദ് തുടങ്ങണം, അല്ലെങ്കിൽ ദുഹാ നിസ്കാരം ആരംഭിക്കണം, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരു 10 പേജ് 20 പേജ് ഖുർആൻ ഓതണം എന്നൊക്കെ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നവരാണ്. എന്നാൽ പല കാരണങ്ങളെ കൊണ്ടും അത് നടക്കാറുമില്ല. 2 ദിവസം നടന്നാൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തുടങ്ങാൻ തന്നെ അവർക്ക് പേടിയാണ്, കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ ഇല്ലേ എന്ന ആശങ്ക. എന്നാൽ പരിശുദ്ധമായ റമദാനിൽ നോക്കൂ, നിങ്ങൾ 11 മാസം വരെ, ശഅബാൻ 30 വരെ എല്ലാ നിലക്കും 5 നേരം ഭക്ഷണം കഴിച്ച്, രാവിലെയും വൈകുന്നേരവും ചായ അടക്കം മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കൂട്ടി 5 നേരം ഭക്ഷണം കഴിച്ചിരുന്ന നമ്മൾ എല്ലാ നിലക്കും പകല് 13ഓളം മണിക്കൂർ പട്ടിണി കിടക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമാണ് അവൻ്റെ എല്ലാം. അവന് പണിയെടുക്കുന്നതും നിരന്തരമായി അധ്വാനിക്കുന്നതൊക്കെ വയറ് നിറക്കാൻ, ഭക്ഷണത്തിന് വേണ്ടിയാണ്, മക്കളെ തീറ്റിപ്പോറ്റാനാണ്, കുടുംബം പുലർത്താനാണ്. അങ്ങനെയുള്ള ഭക്ഷണമാണ് റമദാനിൽ നമ്മൾ ഒഴിവാക്കുന്നത്. അതിനു പോലും നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല 30 ദിവസം നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി ഇശാ കഴിഞ്ഞ് വിത്ർ 3 റക്അത്ത് നിസ്കരിക്കണോ അതോ 1 റക്അത്ത് നിസ്കരിക്കണോ എന്ന് ആശങ്കപ്പെടുന്നവർ 20 റക്അത്ത് തറാവീഹ് റമദാനിൽ നിസ്കരിക്കുകയാണ്. എങ്ങനെയാണത് സാധിക്കുന്നത്? അത് റമദാനിൽ നമ്മളങ്ങ് ഇറങ്ങി തിരിക്കുകയാണ് ആ വിഷയത്തിലേക്ക്. അപ്പൊ അങ്ങനെ തുടങ്ങി ഏത് വിഷയവും, ആത്മീയമായ വിഷയമാകട്ടെ ഭൗതികമായ വിഷയമാകട്ടെ, നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ ഖൽബിലേക്ക്, ഹൃദയത്തിലേക്ക് അതങ്ങോട്ട് ആ മെസ്സേജ് കൊടുത്ത് അതവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കഴിയും, ഞാൻ നടത്തിയിരിക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്ന വലിയ പാഠം റമദാൻ നമുക്ക് തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും മനുഷ്യന്മാരോട് കൽപ്പിച്ചിട്ടില്ല. ഒക്കെ നമുക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ ഉയർച്ചക്കും വളർച്ചക്കും ആവശ്യമായി ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സുന്നത്തായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും എടുക്കാതിരിക്കുന്നുണ്ടാവും. എന്നാൽ ഈ റമദാൻ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി കണ്ട് ഈ റമദാൻ മുതൽ അങ്ങോട്ട് നമുക്ക് അത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ ധൈര്യത്തോടുകൂടെ ഏറ്റെടുക്കുകയും അത് പ്രവർത്തിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അവസരമായി ഈ റമദാനിനെ നമ്മളൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.